ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല ക്യാരക്ടറാണ്, ഏറ്റവും ചാലഞ്ച് ചെയ്ത ക്യാരക്ടറാണ്. ആസ് എ മൂവി ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം ദാറ്റ് ഐ ഡൺ. റിലീസിന് മുന്നേ ഇങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ഫീൽ ദാറ്റ് എൻ്റെ കോൺഫിഡൻസ് ഐ ഷുഡ് മേക്ക് യു നോ ദാറ്റ് വൈ ഐ ഡൺ ദിസ് ഫിലിം. ഈ സിനിമ എന്തുകൊണ്ട് നിങ്ങൾ കാണണം, ഇത് ജസ്റ്റ് ഒരു സിനിമ ആയിരിക്കില്ല. ഡെഫിനറ്റ്ലി ഒരു സിനിമ കണ്ടതിന് ശേഷം യു ടേക്ക് അവേ സംതിങ് ഉണ്ട്. ആൻഡ് സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഓർമ്മ മഹിമയാണ്. മഹിമ ഐ തിങ്ക് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് എന്നെ ഒന്നിടുക്കെ സമ്മാനം എന്തൊക്കെ വായിക്കുന്ന കാണുമ്പോൾ നമുക്ക് സെൻസ് ഓഫ് ഇൻസ്പിറേഷൻ ഉണ്ടാകും. അതിൽ കാണുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഞാൻ മഹിമയോടൊപ്പം ഇതിന് മുന്നേ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ഞാൻ നായകനായിരുന്നില്ല, മഹിമ ആ പടത്തിൽ നായികമായിരുന്നില്ല. മാസ്റ്റർ പീസ് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, ഞാൻ അതൊരു വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മഹിമനെ ഞാൻ ഇടയ്ക്കടിച്ച് കൊണ്ടൊരു സീക്വൻസിലാണ്. പക്ഷേ അന്ന് മഹിമ എത്തില്ല. ഫീനിക്സ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നു. ഷീസ് ഗിവൻ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ഇൻ ദ കമ്മിങ് ലാസ്റ്റ് ഇയറിൽ RDX. ആൻഡ് ഒരുപാട് നല്ല സിനിമകൾ തമിഴിലും തെലുങ്കിലൊക്കെ ചെയ്യുന്നുണ്ട്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ബോളിവുഡ് ഡെബ്യൂ. ബിക്കോസ് നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഒരുപാട് ഭാഷകൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തൊരു ആക്ടറാണ്. ആൻഡ് താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ജയ ഗണേഷ്. ഒപ്പം ഒരുപാട് നല്ല ആക്ടേഴ്സ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ജസ്റ്റ് യുവർ ഹീറോയിൻ ജോമോ ഇതിലൊരു കംബാക്ക്, ഒരു റീ എൻട്രി പോലെ ഷീസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. നന്ദുചേട്ടൻ ഇതിൽ അഭിനയിക്കുന്നത്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, നോട്ട് ടേക്കിംഗ് നെയിംസ്. രഞ്ജി ശങ്കറാണ് ഈ പടത്തിൻ്റെ റൈറ്റർ ഡയറക്ടർ. കോ-പ്രൊഡ്യൂസർ. എനിവേസ് നല്ലൊരു സിനിമ ആയിരിക്കും. ഈ സിനിമയിലെ ആദ്യത്തെ പാട്ടാണ് ഇപ്പോൾ ലിറിക്കൽ വീഡിയോ നിങ്ങൾ പുറത്തുവിട്ടത്. ഇനി ഒരുപാട് പാട്ടുകൾ വരാനുണ്ട്. ഒരു ട്രെയിലർ വരും. ഞാൻ ഇവൻച്വലി April 11th the movie will come out in the theaters. നിങ്ങൾ എല്ലാവരും പോയി കാണണം. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഉണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ണി പടത്തിൽ ചെയ്ത ക്യാരക്ടർ നിങ്ങളിപ്പം ടീച്ചറിൽ കണ്ടായിരിക്കും. ഒരു സ്പെഷ്യലി ഏബിൾഡായ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് what I like the most about him is that he is very passionate about his work. ചിലപ്പം നമ്മുടെ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ അതൊക്കെ മതി, സിനിമ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ, നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞല്ലോ എന്നായിരിക്കും പലരും വിചാരിക്കുക. പക്ഷേ പ്രമോഷൻ വർക്കിലായാലും മറ്റു കാര്യങ്ങളിലായാലും കംപ്ലീറ്റ്ലി ഫുള്ളായി ഇൻവോൾവ് ആയി ചെയ്യുന്ന ഒരാളാണ്. രഞ്ജിത്ത് സാറിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഡയറക്ടർ രഞ്ജിത്ത് സാർ ഭയങ്കര സെൻസിബിൾ ആയ ഫിലിം മേക്കറാണ്. അപ്പോൾ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു പടമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ സിനിമയായിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായമാണ്. സിനിമ കണ്ടിട്ട് നിങ്ങൾ വേണം പറയാൻ, റിവ്യൂ അറിയിക്കുക. സിനിമ കണ്ട് April 11th റിലീസാണ്. തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ്, മിടുക്കന്മാരാണോ, അറ്റൻറ്റീവ് ആണോ, നിങ്ങളുടെ അറ്റൻഷൻ ലെവലിലേക്ക് എത്രയുണ്ട്, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന കോളേജാണോ, എങ്ങനെയാണ് നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ഒക്കെ എങ്ങനെയുണ്ട്? ഈ സൈഡ് ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ കോളേജിലെ ഏറ്റവും സന്തോഷവനായ ഒരു വ്യക്തി ഇയാളാണ്. ആരുടെ പേരുണ്ടോ? ഞാൻ ഫോക്കസ് ചെയ്ത സന്തോഷം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ.